റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. ഓ, ഒന്നും കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇല്ല, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു സൈറ. ഒന്നും കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇല്ല, എന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു സൈറ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശതത്തിന്റെ 202 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും സായിരാം സ്നേഹപൂർവം പറയുന്നു. ലക്ഷ്മണൻ മാഷാണ് ഇന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രേമസായിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ശ്രീ രാജീവ് കുമാറാണ് കാസർഗോഡ്, അദ്ദേഹമാണ് വായിക്കുന്നത്. ശ്രീ ചന്ദ്രൻ കൊട്ടോടിയാണ് ഭജന പാടുന്നത്. സായിരാം. ഓക്കെ, മാഷ് തുടങ്ങിക്കോളൂ. സായിരാം. ഞാൻ 3 ഓംകാരം 3 സായി ഗായത്രിയും ജപിക്കാം. ഓം ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സർവാന്തര്യാമയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ വായനക്കാരൻ ശ്രീ രാജീവ് കാഞ്ഞങ്ങാടാണ്. നമുക്കെല്ലാവർക്കും ബാലവികാസിലൂടെ അദ്ദേഹത്തിന് പരിചയമാണ്. അപ്പോൾ രാജീവ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം തുടങ്ങിക്കോളൂ. സായിരാം. സായിറാം. ഞാൻ CP രാജീവ് കുമാർ, കാസർഗോഡ് ജില്ല എഡ്യൂക്കേഷൻ കോർഡിനേറ്ററാണ്. ആദ്യമായി ഞാൻ സ്വാമിയുടെ വാഹിനി ഭഗവാന്റെ പ്രതിജ്ഞയാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഞാൻ സംരക്ഷിക്കാം, പക്ഷേ സായിരാം മാഷൊന്ന് പൊങ്ങിയിരിക്കോ. കുറച്ചും കൂടെ. ശരി ശരി, ക്ലിയർ ആയില്ലേ? ഇത് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, അടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ സംരക്ഷിക്കാം, പക്ഷേ ഓരോ ഭക്തനും നിത്യവും പാരായണം ചെയ്ത് മനസ്സിലുറപ്പിക്കേണ്ട ഭഗവത് പ്രതിജ്ഞയാണിത്. ഈ അഭയവാണി മനസ്സിലുറച്ചാൽ പിന്നീടൊരിക്കലും നമുക്ക് ഒരു തരത്തിലും ദുഃഖിക്കേണ്ടി വരില്ല. ഈ അഭയവാണി വായിച്ച് മനനം ചെയ്ത് ജീവശ്വാസം പോലെയാക്കുക. എന്തിനു നീ ഇങ്ങനെ അസ്വസ്ഥനാകണം? നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ അനുവദിക്കുക. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരമുണ്ടാക്കാം. നീ എന്നിൽ ശരണാഗതി അടയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ നിനക്ക് ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ടി വരില്ല. നീ എന്നിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെന്ന് നിന്റെ പെരുമാറ്റം കൊണ്ട് എനിക്കറിയാം. നീ എന്നെ പരിപൂർണമായും വിശ്വസിക്കുകയാണ് വേണ്ടത്. ദുരിതങ്ങളും പ്രയാസങ്ങളും ഉൾപ്പെടെ സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും നീ നിന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുക. എന്നിട്ട് എന്നെ സദാ സ്മരിക്കുക. ഇതാണ് ശരണാഗതിയുടെ ശരിയായ അർത്ഥം. എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ: മഹാപ്രഭു, അവിടുത്തെ ഇച്ഛ നടക്കട്ടെ. ഇനി എൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തേതാണ്. ഇങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം, ഈശ്വര, എല്ലാം അവിടുന്ന് ഏറ്റെടുത്തതിൽ ഞാൻ കൃതാർത്ഥനാണ്.
എൻ്റെ ഏറ്റവും ഉന്നതമായ നന്മയ്ക്കായി അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പ്രശ്നത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശരണാഗതിക്ക് എതിരാണ്. നീ ആഗ്രഹിച്ച വിധം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൽ നീ പരിഭ്രമിക്കുന്നു. അതായത് നിന്നോടുള്ള എൻ്റെ കറയറ്റ പ്രേമത്തിൽ നീ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം. മാത്രമല്ല നിന്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നീ കരുതുന്നു. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലും സംരക്ഷയിലുമാണെന്ന് നീ അറിയുന്നില്ല. ഈ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിക്കും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരിക്കലും നീ ചിന്തിക്കരുത്. അപ്രകാരം ചിന്തിച്ചാൽ അതിനർത്ഥം നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ്. പറയൂ, ഞാൻ നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണമോ വേണ്ടയോ? ഇടപെടണമെങ്കിൽ ആദ്യം നിന്റെ ഉത്കണ്ഠകളെ ഉപേക്ഷിക്കുക. എന്നെ പരിപൂർണമായി വിശ്വസിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ വഴി കാണിക്കൂ. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ കോരിയെടുത്തിരിക്കുകയാണ്. നിന്റെ യുക്തിചിന്ത, പരിഭ്രമം, മനോവിഭ്രാന്തി ഇവയാണ് നിന്നെ നിരാശാഭരിതനാക്കുന്നത്. ഒരുവന് വേണ്ടി ഒരേ സമയം പലതും ചെയ്യാൻ എനിക്ക് സാധിക്കും. എപ്പോഴാണോ ഒരുവൻ എന്നിലേക്ക് തിരിഞ്ഞ് ഹൃദയം നൊന്ത് സ്വാമി ഇനിയെല്ലാം അവിടുത്തെ തൃക്കയിൽ എന്ന് പ്രാർത്ഥിച്ച് ശാന്തനായി സ്വസ്ഥനായിരിക്കുന്നത്, അപ്പോൾ അവൻ്റെ ഭൗതിക ആധ്യാത്മിക ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എന്നിൽ ദൃഢവിശ്വാസത്തോടെ ഉള്ളതായിരിക്കണം. വേദനകളിൽ നീ എന്നെ ആശ്രയിക്കുന്നു. നീ ആഗ്രഹിക്കും വിധം ഞാൻ ഇടപെടാനും ആഗ്രഹിക്കുന്നു. പക്ഷേ നീ എന്നെ വിശ്വസിക്കുന്നില്ല. നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഒരുങ്ങണമെന്ന് നീ പ്രതീക്ഷിക്കുന്നു. മരുന്നിനായി ഡോക്ടറുടെ സമീപം ചെല്ലുന്ന രോഗി തനിക്ക് വേണ്ട മരുന്ന് സ്വയം നിർദ്ദേശിക്കുന്നത് പോലെ നീ പെരുമാറരുത്. ഒരിക്കലും അങ്ങനെയാകരുത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ ഇങ്ങനെ പ്രാർത്ഥിക്കൂ: ഭഗവാനെ, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ അവിടുത്തോട് പരിഹാരം തേടുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈ ക്ഷണികവും നശ്വരമായ ജീവിതത്തിൽ അവിടുത്തെ ഇച്ഛ പോലെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഉത്തമമായത് എന്തെന്ന് അവിടുത്തേക്ക് നന്നായി അറിയാമെന്ന് എനിക്ക് ബോധ്യമുണ്ട് സ്വാമി. ചിലപ്പോൾ ദുരിതങ്ങൾ കുറയുന്നതിന് പകരം ആളിക്കത്തുന്നതായി നിനക്ക് അനുഭവപ്പെടാം. നീ അസ്വസ്ഥനാകേണ്ട. മിഴികൾ അടച്ച് ധ്യാനിച്ച് എന്നോട് വിശ്വാസപൂർവം പ്രാർത്ഥിക്കൂ. അവിടുത്തെ ഇച്ഛ നടക്കട്ടെ. ഇനി എൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തേതാണ്. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ഒരു അത്ഭുതം തന്നെ ഞാൻ അവിടെ സംഭവിപ്പിക്കും. നീ എന്നെ സമ്പൂർണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ നിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടൂ. എൻ്റെ ചിന്ത എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ നീ എന്നിൽ പരിപൂർണമായി അഭയം പ്രാപിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കൂ. നിന്റെ സ്വന്തം ബാബ. സായിറാം. സായിറാം. ഞാൻ അനുഭവം പറയാം. സായിറാം, ഈ അനുഭവങ്ങള് രാജീവ് പറഞ്ഞോളൂ. ഞാൻ പറയാം. സായിറാം, ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നത്. കുറച്ചധികമായി, ഞാൻ മാക്സിമം കുറക്കാം. ആ സമയത്തുകളിൽ ചെയ്യാം. പക്ഷെ കുറച്ച് അധികമായിപ്പോയെങ്കിലും ക്ഷമിക്കുക. സമയപരിധി വെച്ചിട്ട് പരമാവധി പരമാവധി നോക്കാം. ഇപ്പോ ഞാൻ ആദ്യമായി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, സി പി രാജീവ് കുമാർ, കാസർഗോഡ് ജില്ലാ എഡ്യൂക്കേഷൻ കോർഡിനേറ്ററാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഇന്ന് വായിക്കാൻ വെച്ച ഭാഗം ഞാനിത് എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. ഞാൻ വത്സലാമ്മയോട് ചോദിച്ചു. ഒരു ബുക്കിൽ എനിക്ക് കിട്ടി, അത് ഞാൻ എടുത്തു. പക്ഷെ എൻ്റെ കയ്യിലുള്ള ബുക്ക് കാണുന്നില്ലായിരുന്നു. ഞാൻ ഈ നിമിഷമാണ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് എനിക്ക് കിട്ടിയത്. ഇത് തന്നെയാണ് ഏറ്റവും വലുതായ ഒരനുഭവം. സായിറാം, ഇനി അനുഭവങ്ങൾ പറയാം. സത്യസായി സേവാ സംഘടനയുടെ മുൻ വൈസ് പ്രസിഡന്റ് AM പ്രഭാകരൻ സാറിൻ്റെ ബാലവികാസ് സ്റ്റുഡൻ്റാണ് ഞാൻ. ബാലവികാസ് 3rd ഗ്രൂപ്പ് പാസ്സായി സ്വാമി ഒപ്പിട്ട ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. സ്വാമിയുടെ 55ാമത്തെ ജന്മദിനവും 66ാമത്തെ ജന്മദിനവും ബാലവികാസ് വിദ്യാർത്ഥികൾക്ക് അത്യധികം ആനന്ദം നൽകുന്ന ദിവസമായിരുന്നു.
സ്വാമിയുടെ 55ാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ബാലവികാസ് കോൺഫറൻസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വാമിക്ക് മാലയിടാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. സന്ധ്യ എന്ന പെൺകുട്ടിക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വാമിക്ക് ആരതി ഒഴിയാൻ ഭാഗ്യം സിദ്ധിച്ചു. സന്ധ്യ കാഞ്ഞങ്ങാട്ട് വിശ്വേശ്വര ജ്വല്ലറിയുടെ ഓർഡർ വിശ്വേശ്വരയുടെ മകളാണ്. സ്വാമിക്ക് മാലയിടാനും ആരതി ഒഴിയാനും സാധിച്ചത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടെ പ്രഭാകരൻ സാറിന്റെ വിദ്യാർത്ഥികൾക്കായിരുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. പുട്ടപർത്തിയിൽ പോകുന്നത് തലേ ദിവസം ഞാൻ സ്വാമിയെ സ്വപ്നം കാണുന്നു. സ്വാമി സിംഹാസനത്തിൽ ഇരിക്കുന്നു, മുമ്പിൽ 3-4 കുട്ടികൾ നിൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്വപ്നം ഞാൻ പോകുന്നതിന് തലേ ദിവസം ഞാൻ കണ്ടു. ഇതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം സ്വാമി ഒരു ദിവസം സ്വപ്നത്തിൽ വരികയും 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. പക്ഷെ എനിക്കത് പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്ന് മാത്രം. പിന്നെ മറ്റൊരു അനുഭവം ഞാനിപ്പോൾ പറയാം. ഇത് ഒരാളും ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാനവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവമാണ്. എൻ്റെ ജാതകം നോക്കിയപ്പോൾ ജ്യോതിഷ്യർ പറഞ്ഞു, നിങ്ങൾ വളരെ ദൂരെയുള്ളൊരു സ്വാമിയുടെ അടുത്ത് പോയി ആത്മീയമായ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജാതകം നോക്കുമ്പോൾ കാണുന്നത്. ആ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ കാലത്ത് പല ദുരിതങ്ങളും സംഭവിക്കും. ഒരു 2 വർഷത്തോളം വളരെ ദുരിതങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരുന്നു അത്. 35 വയസ്സിനോടടുത്ത സമയം. ആ സമയത്ത് മാത്രമേ സംഭവിക്കൂ. ജ്യോതിഷർ പറഞ്ഞു ആ സമയത്ത് മാത്രമേ സംഭവിക്കൂ. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ജാതകത്തിൽ അത് ഉള്ളത് കൊണ്ട് എന്തായാലും ആ സമയത്ത് സംഭവിച്ചിരിക്കും, അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു ജ്യോതിഷേരി. അതിന് അന്നുണ്ടായ അനുഭവം ഇതായിരിക്കും. പല ദുരിതങ്ങൾ വരും. അതിന് ആ സമയത്ത് കണ്ണിന് ഒരു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഒരു കണ്ണിന് എന്തായാലും പ്രശ്നങ്ങൾ കാര്യമായിട്ട് സംഭവിക്കും. സ്ഥിരമായിട്ട് കന്നഡ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. ആയുസിന് ഒരു പ്രശ്നമില്ല, പക്ഷെ കണ്ണിന് കാര്യമായിട്ട് പ്രശ്നം വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജ്യോതിഷത്തെ പറ്റിയുള്ള കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്കും കുറേശ്ശെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് യഥാർത്ഥ ജ്യോതിഷർ പറയുന്ന ഒരിക്കലും തെറ്റുകയില്ല, അതെനിക്കറിയാം. പക്ഷെ ഇത് മാറ്റിമറിക്കണമെങ്കിൽ ഭഗവാന് മാത്രമേ സാധിക്കൂ. നമ്മളെ ജാതകത്തിലെ ദോഷം മാറ്റണമെങ്കിൽ ഭഗവാന് മാത്രമേ സാധിക്കൂ. കുറേയൊക്കെ പരിഹാരമുണ്ട്, ചില കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട്, ചില കാര്യങ്ങൾക്ക് പരിഹാരമില്ല. മനസ്സിലായില്ലേ? അത് മാറ്റണമെങ്കിൽ ഭഗവാൻ നേരിട്ട് വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ ബാലവികാസ് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സ്വാമിയുടെ ഫോട്ടോ നോക്കി ഞാൻ സ്വാമിയോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ സ്വാമിയോട് പറയുമായിരുന്നു. മറ്റാരോടും പറയാത്ത പല വിഷമങ്ങളും ഞാൻ സ്വാമിയോട് പറയും. സ്വാമിയുടെ ഫോട്ടോ നോക്കി കരയും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അത് മറ്റാരും കാണുകയില്ല. പക്ഷേ സ്വാമിയോട് പറയുമ്പോൾ അത് 90% ശരിയാവില്ല, 99% ശരിയാവും. അത് ശരിയായില്ലെങ്കിൽ സ്വാമിയോട് എനിക്കത് ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ സ്വാമിയുടെ ഭാഗത്തിന് വീണ്ടും അഭയം പ്രാപിക്കും. അതിരുന്നാലും 99% ഭഗവാൻ എല്ലാം നേരെയാക്കാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ഇതന്നെ ഞാൻ ചിന്തിച്ചു. കാരണം കണ്ണിന്റെ പ്രശ്നം അല്ലെ, കാര്യമായിട്ടുള്ള പ്രശ്നം, കണ്ണിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്വാമി സ്വപ്നത്തിൽ വന്നു. സ്വാമി സ്വപ്നത്തിൽ വന്ന് ആകുമ്പോൾ ഞാൻ പാദനമസ്കാരം ചെയ്തു. അപ്പോൾ സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് സ്വാമിയുടെ 2 കൈകളും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ആ സമയത്ത് എനിക്കൊന്നും സംഭവിച്ചില്ല. കണ്ണിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇന്ന് എനിക്ക് എൻ്റെ കന്നഡ വെക്കുന്നുണ്ടെങ്കിലും തീരെ പവറില്ലാത്ത കന്നഡയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എഴുതുന്നതിനും വായിക്കുന്നതിനും ഒന്ന് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് രാത്രി പോലും കന്നഡ ഇല്ലാതെ പോലും എനിക്ക് നന്നായി വായിക്കാൻ പറ്റും, കാണാൻ പറ്റും, വായിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, എന്തും പറ്റും. അതാണ് പറഞ്ഞത്. ഇത് ഈ ഒരു അനുഭവം ഞാൻ ഇതുവരെ ഒരാളോടും ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ വത്സലാമ്മയുടെ ഈ ക്ലാസ് ഞാൻ ഇത് ആദ്യമായി ഷെയർ ചെയ്തതാണ്. സൈറാം. പിന്നെ ഞാൻ SLC പരീക്ഷയൊക്കെ SLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള കാലം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു കാലം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത്, ജോലിയൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ പൈസ കിട്ടും. വീട്ടിൻ്റെ അടുത്തുനിന്ന് ചിലപ്പോൾ ഈ വീടിൻ്റെ കളത്തുനിന്നോ
അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അത് കിട്ടും, ചിലപ്പോൾ 20 രൂപ കിട്ടും, ചിലപ്പോൾ 70 രൂപ, ചിലപ്പോൾ 80 രൂപ, ചിലപ്പോൾ 90 രൂപ, ചിലപ്പോൾ ദിവസവും 10 റുപ്യ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ചൊരു 100 രൂപയായിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ആ കാലഘട്ടത്തിൽ. മനസ്സിലായില്ലേ? ഇങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. കാരണം അന്ന് ഒരു 10-30 കൊല്ലം മുമ്പേ എല്ലാ കാര്യങ്ങൾക്കും ചെലവ് വളരെ ചുരുക്കമായിരുന്നല്ലോ ഇന്നത്തെ അപേക്ഷിച്ച്. ഇങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നു. ഇപ്പോഴും ഞാൻ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് എങ്ങനെയായിരിക്കും എനിക്ക് ആ പൈസ കിട്ടുക, ഇപ്പോഴും കിട്ടാറുണ്ട്. ഇതില് വേറൊരു സംഭവം പറയാം. ഇതിപ്പോ ഈ 2 മാസം മുമ്പേ നടന്നൊരു സംഭവം. എനിക്ക് നമ്മുടെ ഈ വത്സലാമ്മയെ പോലെയുള്ള ഒരു വലിയമ്മ ഉണ്ടായിരുന്നു, കുറെ കൊല്ലം മുമ്പ് മരിച്ചു. അവർ ചെറുപ്പത്തില് ഒരു വീട്ടിലേക്ക് ഒരു സുബ്രഹ്മണ്യ ഭക്തനായ ഒരു സ്വാമിനെ പോലെയുള്ള വ്യക്തി വരുമായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ അവര് ഈ പിന്നെ ഒരു ശ്ലോകം വലിയമ്മക്ക് പറഞ്ഞു കൊടുത്തു. ശ്ലോകം എന്ന് പറഞ്ഞൊരു 3 വരിയുള്ള ശ്ലോകം. അത് സുബ്രഹ്മണ്യ സ്വാമിനെ കുറിച്ചും അയ്യപ്പനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ശ്ലോകമാണ്. അത് നമ്മൾ സന്ധ്യക്ക് വിളക്കി വെച്ച ശേഷം ചൊല്ലാറുണ്ട്. അത് ഞാൻ ഇന്നും ചൊല്ലാറുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാകുമ്പോൾ എന്തായാലും ചെല്ലും. വീട്ടിൽ വന്ന ശേഷം കുറച്ച് വൈകി പോയി വന്നാൽ ഞാൻ പൂജാമുറിയിൽ പോയി ഒന്ന് ചെല്ലിയിട്ട് ചെയ്യാൻ ഞാൻ മറ്റൊന്നും ചെയ്യാറുള്ളൂ. ഇത് ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 മാസം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഓർമ്മ വന്നു, ഭഗവാന് ഞാനിങ്ങനെ പണ്ട് എൻ്റെ വലിയമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെ ഇന്നും ചെയ്യാറുണ്ട് എന്നുള്ള ചാരി ഓർമ്മ വന്നു തരും. അടുത്ത ദിവസം ഈ പൂജാമുറിക്ക് മുമ്പിൽ ഒരു മയിൽ വന്നു. ഇത് ഉണ്ടായ സംഭവമാണ്. പിന്നെ ആ ശ്ലോകം ഞാൻ ഇപ്പോഴും ചൊല്ലാറുണ്ട്. പിന്നെ 11 വർഷത്തിൽ കൂടുതൽ കാലം എൻ്റെ ഈ വീട്ടിൽ എൻ്റെ വീട്ടില് ഫോട്ടോയിൽ വിഭൂതി വരുമായിരുന്നു. ആ വിഭൂതി ഞാൻ കിടക്കുന്ന മുറിയിലും അമ്മ കിടക്കുന്ന മുറിയിലുള്ള സ്വാമിയുടെ ഫോട്ടോയിലും വന്നു. പൂജാമുറിയിലുള്ള എല്ലാ ഫോട്ടോയിലും വിഭൂതി വന്നു. അത് വിഭൂതി വരുന്നത് 4 തരത്തിലുള്ള വിഭൂതിയാണ് വരാറുള്ളത്. ചിലപ്പോൾ കറുത്ത വിഭൂതി, ചിലപ്പോൾ തരിതരിയുള്ള വെളുത്ത വിഭൂതി, ചിലപ്പോൾ വെളുത്ത ഒരു സാധാരണ വിഭൂതി, മറ്റു ചിലപ്പോൾ വെളുത്ത സുഗന്ധത്തോടു കൂടിയുള്ള വിഭൂതി. ഈ ഒരു വിഭൂതി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് മാറിയിട്ട് പുതിയ വിഭൂതി വരും. ആ വരുമ്പോഴാണ് ഇങ്ങനെ വിഭൂതി മാറി മാറി വരുന്നത്. ഇങ്ങനെ 11 വർഷത്തിൽ കൂടുതൽ കാലം വീട്ടിൽ വന്നു. 1-2 തവണ കുങ്കുമം വന്നു. ഈ 2006 കാഞ്ഞങ്ങാട്ടെ വെള്ളിക്കുത്ത് വനദുർഗാ ക്ഷേത്രത്തിൽ ചണ്ഡികായോഗം സത്യസായി സേവാ സംഘടനയുടെ വക നടന്നു. ആ സമയത്ത് വീട്ടിലെ വിഭൂതി വരുന്നുണ്ടായിരുന്നു. മുകുന്ദ സാറും ഈ ലക്ഷ്മണ സാറ്, രാജൻ മാഷാന്ന് പറഞ്ഞത്, രാജൻ സാറ്, പ്രഭാകരേട്ടൻ, സതീശൻ സാറ്, ഇവയൊക്കെ വീട്ടിൽ ഈ വിഭൂതി വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നിരുന്നു. എൻ്റെ ഈ വീട്ടിലേക്ക് വരുന്ന റോഡ് തിരിയുന്ന ദിക്കില് ഒരു ബേക്കറിക്കാരൻ പുതിയതായിട്ട് തുറന്നിരുന്നു. അദ്ദേഹം ഈ വീട്ടിലേക്ക് ഈ വിഭൂതി വരുന്ന സമയത്ത് കുറെ ആൾക്കാരെല്ലാം വരുന്നത് കാണുമ്പോൾ അയാൾ അതിനെതിരായിരുന്നു. അയാള് കുറെ തെമ്മാടികളെ കണക്കത്തെ ആൾക്കാരെ പറഞ്ഞേച്ചു. 2-3 ആൾക്കാരെ ഒരു ദിവസം പറഞ്ഞേച്ചു. അവർ കുഴപ്പമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചു. അവരെന്നിട്ട് വന്നിട്ട് പിന്നെ 3 നല്ല കെല്ലന്മാർ വന്നു എന്നോട് ചോദിച്ചു, ഇവിടെ ഭസ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞതേലും ഉടനെ അവർ തിരിച്ചിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 11 കൊല്ലത്തിലധികം കാലം വീട്ടിൽ വിഭൂതി വന്നു. പിന്നെ സ്വാമി സമാധിയാകുന്നതിന് ഏകദേശം 7 മാസം മുമ്പ് സ്വാമി സ്വപ്നത്തിൽ വന്നു. സ്വാമി സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വാമി ഒരു കാഷായ വസ്ത്രം പുതച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ എന്നോട് ചോദിച്ചു, പാദനമസ്കാരം വേണോ? മലയാളത്തിൽ തന്നെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേണം സ്വാമി. അപ്പൊ സ്വാമി ഒരു പാദം മുമ്പോട്ട് വെച്ചു. സ്വാമിയുടെ 2 പാദവും കാണുന്നുണ്ടായിരുന്നു, എങ്കിലും ഒരു പാദം മാത്രം സ്വാമി മുമ്പോട്ട് വെച്ചു. അങ്ങനെ ഞാൻ പാദനമസ്കാരം ചെയ്തു. സ്വാമി എന്തുകൊണ്ടാണ് ഒരു പാദം മാത്രം പാദനമസ്കാരത്തിന് ചെയ്യാൻ തന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ കാഷായ വസ്ത്രം ധരിച്ച പുതച്ച രീതിയിൽ പുതച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് അത്ഭുതമായി. അങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഞാൻ സ്വാമിനെ കണ്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു ചിന്തിച്ചു. കുറേ നാളുകൾ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എങ്ങനെയാണോ കണ്ടത് ആ രൂപം ഫേസ്ബുക്കിൽ അതേ രൂപത്തിൽ സ്വാമിയെ ഫോട്ടോ ഞാൻ കണ്ടു.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിഭൂതി വന്നുകൊണ്ടിരുന്നു. ആ വിഭൂതി വന്ന ശേഷം വന്നു പോയത് നിന്ന ശേഷം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ എനിക്ക് അതിന് ശേഷം എപ്പോഴും ഞാനിങ്ങനെ എനിക്ക് 24 മണിക്കൂർ ഇങ്ങനെ ഒരു വിഭൂതി കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു തോന്നലേ ഉണ്ടായി. ഞാൻ വിചാരിക്കും ഞാൻ എപ്പോഴും വിഭൂതി തൊടാറുണ്ട് നെറ്റിയിൽ, അതായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ തറവാട്ടിൽ ഒരു വ്യക്തി മരിച്ചു. അപ്പൊ നമ്മ ആചാരപ്രകാരം വിഭൂതി തൊടാറില്ലല്ലോ. അന്ന് ഞാൻ വിഭൂതി തൊട്ടില്ല. പക്ഷെ അന്ന് ഈ വിഭൂതി കാറ്റ് എന്നെ അധികം അടിച്ചു. അത് രാത്രി നമ്മളിപ്പോ ഉറങ്ങിയിട്ട് പെട്ടെന്ന് 1 മണിക്കേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തും ഈ സംഭവം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പൊ അന്ന് എനിക്കിത് മനസ്സിലായി. ഞാനിത് അടുത്ത ദിവസം വിഭൂതി ഇട്ടില്ല. അന്നും അതിനേക്കാൾ കൂടുതൽ വിഭൂതി കാറ്റ് അടിച്ചു. പിന്നെ ഒരു സംഭവം പറയാം. പിന്നെ 2 വർഷം മുമ്പ്, ഇപ്പോൾ സ്വാമി സമാധിയായിട്ട് ഈ 2 വർഷം സ്വാമി 2017 സ്വാമി സമാധിയായത്. ഈ 2 വർഷം മുമ്പേ ഉണ്ടായ ഒരു സംഭവമാണ്. സ്വാമി സ്വപ്നത്തിൽ വന്നു. എൻ്റെ വലത് കൈ സ്വാമി പിടിച്ചു. എന്നിട്ട് ആ സ്വാമി കൈ പിടിച്ച ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടായി. അപ്പൊ എനിക്ക് ഒരു സംശയം എന്താ വെച്ചാൽ, ഇത് സ്വപ്നം തന്നെയാണോ, സ്വാമി നേരിട്ട് വന്നതാണോ എന്ന്. അതെന്തുകൊണ്ട് വെച്ചാല് എൻ്റെ ഇടത്തെ കയ്യിൽ ഞാനൊരു മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇതൊന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ടല്ലോ കിടക്കുന്നത്. നമുക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ കൈക്ക് ഇടത് കൈക്കിൽ ഒരു മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാമി ഇങ്ങനെ വന്ന ശേഷം ഞാൻ എൻ്റെ ഇടത്തെ കൈ ബേക്കിലോട്ട് പിടിച്ചു. സ്വാമി ആ കൈ തൊട്ടില്ല, വലത് കൈ മാത്രമേ പിടിച്ചതുള്ളൂ. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ കാഞ്ഞങ്ങാട് സമിതിയിൽ കുറേ നാളുകളായിട്ട് ബാലവികാസ് മുമ്പേ 3rd ഗ്രൂപ്പൊക്കെ പഠിച്ച് പാസ്സായ കുട്ടികളുണ്ട്. പക്ഷെ അതിന് ശേഷം ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങാൻ കുറേ നാളുണ്ടായില്ല. അപ്പൊ എനിക്ക് കാഞ്ഞങ്ങാട് സമിതിയിൽ ഒരു ക്ലാസ് വേണമെന്ന് വിചാരിച്ചിട്ട് എത്രയായാലും ശ്രമിച്ചിട്ടും പറ്റിയില്ല. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി 21 സായി ഗായത്രി ദിവസവും ചൊല്ലി. 2 മാസം ചൊല്ലിയപ്പോൾ കാഞ്ഞങ്ങാട് സമിതി നമ്മളെ കൺവീനർ അരവിന്ദ് നേട്ടന്റെ അടുത്തേക്ക് കുറച്ച് എങ്ങനെയൊക്കെ അതിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നെ അരവിന്ദ് നേട്ടൻ എപ്പോഴൊന്നും പറയും. കുറച്ച് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികൾ വന്നു. ഇപ്പൊ 15ലധികം കുട്ടികൾ കാഞ്ഞങ്ങാട് സമിതിയിൽ ഫസ്റ്റ് ഗ്രൂപ്പിനുണ്ട്. അതിൽ രക്ഷിതാക്കളും കൂടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സായിറാം, ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞു. സായിറാം, സമയം വൈകി എന്ന് തോന്നുന്നു, മതിയാക്കാം. ഇനിയും ഭഗവാന്റെ അനുഭവങ്ങൾ വേണ്ടി പറയാനുണ്ട്, ഇപ്പൊ മതിയാക്കാം. സായിറാം. സമയം വർദ്ധിച്ചിട്ടില്ല രാജീവൻ ഈ വിഭൂതി കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുമ്പോ ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ട് 2 വർഷം ആവുന്നുണ്ട്. 2006 ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ സാർ. വനദുർഗ സ്വാമിയുടെ ഇടാം. 9:24 ആയി. కొంతమంది మూర్ఖులు గ్రంథ పరిచయం వల్ల ఏదో కొన్ని పెద్దలు చెప్పినటువంటి మాటల వల్ల అనేక రకములైనటువంటి విద్యను మేము అభ్యసించామని గర్విస్తుంటారు. In fact, some people are proud of their own learning, their textual learning, which they have learned from elders. ఈ విధమైనటువంటి నేర్పులు నేర్చుకున్నటువంటి వారు కేవలము నిజమైనటువంటి విద్యావంతులు కాదు. Acquisition of such skills will never make you educated. ఇప్పుడు నిజమైనటువంటి విద్యావంతులు అంటే ఏ దాన్ని గుర్తించాలి అనేటువంటిది చక్కగా విచారణ చేయాలి. A truly educated man must know what is to be known, what is to be recognized. ఆత్మ విజ్ఞానమును గుర్తించలేనటువంటి వాడు ఎన్ని విద్యలు నేర్చేయకూడను, మూర్ఖుడే. Without this knowledge of the self, whatever form of education you may acquire, it is all useless and you are a fool. విద్యావంతుడే ఉంటుంటాడు. We have an educated man. అతని దగ్గరికి పోయి మీరు ఒక ప్రశ్న వేయండి. If you go and put a question, అయ్యా మీరెవరు అని ప్రశ్నించండి. if you ask him, sir, who are you? అంతటి గొప్ప విద్యావంతుడైనప్పటికీ దీనికి సరైన జవాబు చెప్పలేడు. In spite of all of his high education, he will not give you correct answer. అయ్యా నా పేరు నేను రామశాస్త్రి గారు అంటాడు. He will say, my name is Ramashastri. రామశాస్త్రిని దేహానికి పెట్టినటువంటిది కానీ నీవు కాదే. Ramashastri's name given to you, but not your true self. మరి మీరెవరు అని రెండవ తోరి ప్రశ్నించండి. If you ask him again, then who are you? నేను ఒక పండితుడను అంటాడు. And he replies, I am a scholar. అది కూడా సరైన జవాబు కాదు. It's not a correct answer.
పాండిత్యము నీ యొక్క ప్రభావం చే నీవు అభ్యసించినటువంటి యొక్క విద్యనే కానీ నీవు కాదు అంటాడు. Scholarship is the one that you have acquired over a period of time. You are not the true. మరి మూడో ప్రశ్న ఏంటి, మీరు ఎవరని? If you ask him for third time, who are you? అయ్యా నేను ఇండియన్, నేను అమెరికన్, నేను బ్రిటిష్ వాడి అని దేశముల యొక్క పేర్లు ఉచ్చరిస్తాడు. And he gives answers like this: I'm Indian, American, referring to his nativity. నీవెవరు అని అడిగినటువంటి ప్రశ్నకు దేహం పేరు, వృత్తి పేరు, దేశం పేరు మాత్రమే వర్ణిస్తున్నాడు కానీ తానెవరనేటువంటిది తనకు ఏ మాత్రమే గుర్తించుకోవటం లేదు. Responding to the question, who are you, he refers to his name that is given, the profession and his native. కారణం తన ఆత్మతత్వాన్ని తాను గుర్తించుకొనక కేవలం దేహతత్వాన్ని, విద్యాతత్వాన్ని, వృత్తితత్వాన్ని మాత్రమే దృష్టి ఎందుకున్నాడు. The reason is that he has no knowledge of the self. He has got the knowledge of his body, the profession and the place he belongs to. ఆత్మజ్ఞానం లేనటువంటి వాడు దేహజ్ఞానంతో ఎంతవరకు జీవించగలడు? Without this knowledge of the self, how long can you live? By merely knowing the body. విద్యను అభ్యసించినటువంటిది దేహమే, It is the body that has learned. విద్యను పోషించినటువంటిది దేహమే. The body sustains the knowledge. ఈ విధంగా చూస్తే ఇవన్నీ నీ చేతిలో ఉన్నటువంటి యొక్క పరికరములే. They are of your own making. They are your own instruments. నీ పరికరములు నీవా లేక పరికరములకు ఆధీనమైనటువంటి వాడు నీవా? In fact, are you the instrument or you the holder of the instrument? కాబట్టి ఈ పరికరములంతా కూడాను నీ యొక్క స్వాధీనంలో ఉండినటువంటి పనిముట్లు. These are all the instruments that are under your control. యు ఆర్ ది మాస్టర్. You are the master. అందుకోసమని వేదాంతం చెప్తున్నది, మాస్టర్ ది మైండ్, బి ఎ మాస్టర్ మైండ్. So Vedanta says, master the mind, be a master mind. സായിരാം, ഇനി ഭജന. സായിറാം. അന്തരംഗ സായി അനാഥനാഥ സായി, അന്തരംഗ സായി അനാഥനാഥ സായി, ദീനബന്ധു സായി കരുണ സിന്ധു സായി, ദീനബന്ധു സായി കരുണ സിന്ധു സായി, അന്തരംഗ സായി അനാഥനാഥ സായി. രാമകൃഷ്ണ ശിവ ശക്തി പ്രേമരൂപ സായി, രാമകൃഷ്ണ ശിവ ശക്തി പ്രേമരൂപ സായി, युग अवतार बाबा श्री सत्य साई, युग अवतार बाबा श्री सत्य साई, अंतरंग साई अनाथनाथ साई, अंतरंग साई अनाथनाथ साई, दीनबंधु साई करुण सिंधु साई, दीनबंधु साई करुण सिंधु साई, अंतरंग साई अनाथनाथ साई, रामकृष्ण शिव शक्ति प्रेम रूप साई, रामकृष्ण शिव शक्ति प्रेम रूप साई, युग अवतार बाबा श्री सत्य साई, युग अवतार बाबा श्री सत्य साई, अंतरंग साई अनाथनाथ साई. നല്ല മനോഹരായിട്ടുണ്ട് ചന്ദ്രൻ. വളരെ നന്നായിട്ട് പാടിയിട്ട് സൈരാം. അതെ, സായിറാം, സായിറാം. ഭക്തിസാന്ദ്രമായ ഭജന, ഗംഭീരം. മനോഹരം. സായി ഉപമ. ധർമ്മത്തിന് അധപ്പതനം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ജീവിതത്തെ ധർമാനുസൃതമായി ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവർ അതിനെതിരായി ജീവിക്കുമ്പോൾ ധർമ്മത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാകുന്നു. അപ്പോൾ ധർമ്മം ഉപദേശിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. രാജവീഥിയിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാലം നന്നാക്കുന്നതിന് സാധാരണക്കാർക്ക് സാധിക്കില്ല.
താൽക്കാലികമായി അത് ഉത്സാഹം കൊണ്ടവർ നന്നാക്കിയാൽ തന്നെയും അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അതിനു വേണ്ട സാങ്കേതിക വിദ്യയും സാമർഥ്യമുള്ളവർക്കു മാത്രമേ അത് നന്നാക്കിയെടുത്ത് ഉപയോഗപ്രദമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോക സുഖിനോ ഭവന്തു. സമസ്തലോക സുഖിനോ ഭവന്തു. സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം.